ഹായ് ഫ്രണ്ട്സ്, ആപ്റ്റിക്സ് അക്കാദമിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. അസസ്മെൻറ്റ് ഫോർ ലേണിംഗിലെ 3rd ചാപ്റ്റർ ടൂൾസ് ആൻഡ് ടെക്നിക്സ് ഫോർ ക്ലാസ് റൂം അസസ്മെൻറ്റ്. അതിൽ നമ്മൾ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ടൂൾസ് ആൻഡ് ടെക്നിക്സ് പറഞ്ഞു. അതിൽ രണ്ടാമത്തെ ക്ലാസ്സിൽ ടൈപ്സ് ഓഫ് ടെസ്റ്റും റൂബിക്സും നമ്മൾ ചർച്ച ചെയ്ത് വെച്ചതാണ്. ഇനി അടുത്തായി നമ്മൾ നോക്കുന്നതാണ് അസസ്മെൻറ്റ് ടൂൾ ഫോർ അഫക്റ്റീവ് ഡൊമൈനും മെഷറിംഗ് ഇൻട്രസ്റ്റ്സ് ദെൻ ടൈപ്സ് ഓഫ് ടെസ്റ്റ് ഐറ്റംസ്. ഇന്നത്തെ ക്ലാസ്സിൽ ഈ 3 ടോപ്പിക്കുകളാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത്. സോ ഈ അസസ്മെൻറ്റ് ടൂൾ ഫോർ അഫക്റ്റീവ് ഡൊമൈനിൽ നമ്മൾ പ്രധാനപ്പെട്ട സ്കെയിലുകളായിട്ട് എടുത്തു പറയുന്നത് 3 സ്കെയിലുകളാണ്. ഒന്ന് ആറ്റിറ്റ്യൂഡ് സ്കെയിലെന്നും, 2 മോട്ടിവേഷൻ സ്കെയിലെന്നും, 3 ഇൻട്രസ്റ്റ് ഇൻവെൻട്രി എന്നുള്ളതുമാണ്. പ്രധാനമായിട്ടും നമ്മളിവിടെ പറയുന്നത് ഡിസ്കസ് ചെയ്യുന്നത് ടൂൾസാണ്, അസസ്മെൻറ്റിൻ്റെ ടൂളുകളാണ്. നമ്മൾ അതിൽ പലതരത്തിലുള്ള ടൂളുകൾ ചർച്ച ചെയ്തു, റൂബിക്സ് അടക്കം. ഇനി അടുത്തതായിട്ട് അഫക്റ്റീവ് ഡൊമൈനുമായി ബന്ധപ്പെട്ടുള്ള ടൂളുകളാണ്. ഈ അഫെക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇമോഷനെയാണ് കേന്ദ്രീകരിക്കുന്നത്. ഈ ഇമോഷൻസിനെ അസസ് ചെയ്യുന്നതിനെയാണെന്ന് പറയുന്നത് അഫക്റ്റീവ് ഡൊമൈൻ എന്ന് പറയുന്നത്. ഈ ഡൊമൈനുകൾ നമ്മൾ ചർച്ച ചെയ്ത് വെച്ചിട്ടുണ്ടാവും മുൻപ്. ബ്ലൂംസ് ടാക്സോണമിയിൽ 3 ടൈപ്പ് ഓഫ് ഡൊമൈനുകൾ എടുത്ത് ചർച്ച ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് നമ്മൾ കഴിഞ്ഞ സെമസ്റ്ററിലെ ക്ലാസ്സുകളിലൊക്കെ നമ്മൾ ചർച്ച ചെയ്തതാണ്. അപ്പോൾ ആ ഒരു ഡൊമൈനുകൾ നമ്മൾ ഇതിൻ്റെ ഇൻട്രൊഡക്ഷൻ പാർട്ടിൽ നിങ്ങൾ ഉൾപ്പെടുത്താൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കണം. അതേതൊക്കെയാണ് ആ ഡൊമൈനുകൾ എന്നും കൂടി ഞാനിവിടെ ചർച്ച ചെയ്യാം. സോ ഇനി ഇതുമായി ബന്ധപ്പെട്ടുള്ള മറ്റ് ക്വസ്റ്റ്യൻസുകൾ ഏതൊക്കെയെന്നുള്ളത് പ്രത്യേകം നിങ്ങൾ നോട്ട് ചെയ്യുക. എക്സ്പ്ലെയിൻ ദ ഇമ്പോർട്ടൻറ്റ് ബിഹേവിയർ എലമെൻറ്റ്സ് ലേൺഡ് ഇൻ ദ അഫക്റ്റീവ് ഡൊമൈൻ ആൻഡ് മെൻഷൻ ദ ടൂൾസ് യൂസ്ഡ് ടു അസസ് ദം. ഏതൊക്കെ എലമെൻറ്റുകളാണെന്നും ആ എലമെൻറ്റുകൾ ഏതൊക്കെയെന്നുള്ളത് പറയുകയും അതേപോലെ തന്നെ അതിൻ്റെ ടൂൾസുകൾ ഏതൊക്കെയെന്നുള്ളതും പറയണം. അപ്പോൾ ആ ടൂൾസിൽ വരുന്നതാണ് ആറ്റിറ്റ്യൂഡും മോട്ടിവേഷനും ഇൻട്രസ്റ്റുകളും. ഇനി ഇതിൻ്റെ എലമെൻറ്റുകൾ ഏതൊക്കെയെന്നുള്ളത് ആ ഡൊമൈനിൽ അഫക്റ്റീവ് ഡൊമൈനിൽ വരുന്ന പാർട്ടുകളാണ്. 5 ടൈപ്സുകൾ അതിൽ വരുന്നുണ്ട്. ആ എലമെൻറ്റുകളാണ് ഇവിടെ നമ്മൾ ഉൾപ്പെടുത്തേണ്ടത്. ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഡു യു മീൻ ബൈ ആറ്റിറ്റ്യൂഡ്? എക്സ്പ്ലെയിൻ ദ തേഴ്സ്റ്റൺ ആറ്റിറ്റ്യൂഡ് സ്കെയിൽ. മെൻഷൻ ദ യൂസസ് ആൻഡ് ലിമിറ്റേഷൻസ് ഓഫ് ആറ്റിറ്റ്യൂഡ് സ്കെയിൽസ്. ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് മീൻ ബൈ മോട്ടിവേഷൻ? ഡിസ്ക്രൈബ് ദ മോട്ടിവേഷൻ സ്കെയിൽ. ദ ലാസ്റ്റ് വൺ, വാട്ട് ഈസ് മീൻ ബൈ ഇൻട്രസ്റ്റ്സ്? ഡിസ്ക്രൈബ് എനി വൺ ഓഫ് ദി ഇൻട്രസ്റ്റ് ഇൻവെൻട്രീസ്. നിങ്ങൾ ഈ സ്കെയിലുകൾ ആറ്റിറ്റ്യൂഡിൻ്റെ ആണെങ്കിലും മോട്ടിവേഷൻ്റെ ആണെങ്കിലും ഇൻട്രസ്റ്റിൻ്റെ ആണെങ്കിലും ആ സ്കെയിലുകൾ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. ആ ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ ഏതെങ്കിലും ഒരെണ്ണം നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കാൻ വേണ്ടി ശ്രമിക്കുക. എന്നിട്ട് അത് ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾ ആൻസർ ചെയ്യാൻ ശ്രമിക്കുക. അല്ലെങ്കിൽ ഈ കാര്യങ്ങളെ നിങ്ങൾ ജനറൽ ആയിക്കൊണ്ട് ആൻസർ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. സോ എലമെൻസുകൾ എന്ന് നോക്കുമ്പോൾ നമ്മൾ ആദ്യമേ മനസ്സിലാക്കേണ്ടത് ഈ എലമെൻസിൻ്റെ ക്വസ്റ്റ്യനാണ് നിങ്ങളോട് ഫസ്റ്റ് 7ാമത്തെ ക്വസ്റ്റ്യനാണ് നിങ്ങളോട് ചോദിക്കുന്നതെങ്കിൽ ആദ്യമേ നിങ്ങൾ അതിൽ എഴുതേണ്ടതായിട്ടുള്ള ഒരു പോയിന്റ് എന്ന് പറയുന്നത് 3 ലേണിംഗ് ഡൊമൈൻസുകളെ കുറിച്ചാണ്. അതിൽ ഫസ്റ്റ് വൺ കൊഗ്നിറ്റീവ് ഡൊമൈൻ വരുന്നുണ്ട്, സെക്കൻഡ് വൺ അഫക്റ്റീവ് ഡൊമൈൻ വരുന്നുണ്ട്, തേർഡ് വൺ സൈക്കോ മോട്ടോർ ഡൊമൈൻ വരുന്നുണ്ട്. അതിനെ തന്നെയാണ് കൊണേറ്റീവ് ഡൊമൈൻ എന്ന് പറയുന്നത്. സൈക്കോ മോട്ടോർ ഡൊമൈൻ എന്ന് പറയുന്നത് കൊണേറ്റീവ് ഡൊമൈൻ എന്നും കൂടി പറയുന്നത്. കൊണേറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കൈകാലുകൾ, അതേപോലെ തന്നെ ഓട്ടച്ചാട്ടം, അങ്ങനെ എടുക്കുക, എറിയുക, പിടിക്കുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉള്ള കഴിവുകളെയാണെന്ന് പറയുന്നത് സൈക്കോ മോട്ടോർ ഡൊമൈൻ എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ കൊഗ്നിറ്റീവ് ഡൊമൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻ്റലക്ച്വൽ എബിലിറ്റിയാണ് കൊഗ്നിറ്റീവ് എന്ന് പറഞ്ഞാൽ. അഫക്റ്റീവ് ഡൊമൈനിൽ വരുന്നത് ഇമോഷണൽ ആയിട്ടുള്ള കാര്യങ്ങളെയാണ് അഫക്റ്റീവ് ഡൊമൈനിൽ വരുന്നത്. എന്താണ് ഈ കൊഗ്നിറ്റീവ് ഡൊമൈൻ? ഈസ് റിലേറ്റഡ് വിത്ത് തിങ്കിങ് ആൻഡ് അതർ മെൻ്റൽ ആക്ടിവിറ്റീസ്. ഈ തിങ്കിങ്ങിനെയും അതിനോടനുബന്ധിക്കുന്ന മെൻ്റൽ ആക്ടിവിറ്റീസിനെയാണ് എന്ന് പറയുന്നത് കൊഗ്നിറ്റീവ് ഡൊമൈൻ എന്ന് പറയുന്നത്. അതായത് റീസണിങ്, മെൻ്റൽ എബിലിറ്റി, അതേപോലെ തന്നെ അനാലിസിസ്, ഇൻ്റർപ്രിട്ടേഷന്, തോട്ട്, അങ്ങനത്തെ കാര്യങ്ങളെല്ലാം ഏതിൽ വരും? കൊണേറ്റീവിൽ വരും. ലേണിംഗ് വരുന്നുണ്ട്. Okay, it is mainly concerned with the acquiring knowledge and putting it into practical use. In the cognitive domain, the main organizing principles of learning are from simple to complex, from concrete to abstract. Simple to complex, അതായത് കോഗ്നിറ്റീവ് ഡൊമൈനിൽ നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ നമ്മൾ കുട്ടികൾക്ക് ക്ലാസ് കൊടുക്കുന്ന സമയത്ത് ആദ്യം സിമ്പിളായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞ് പിന്നെ കോംപ്ലക്സ് ആയിട്ടുള്ള ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളിലേക്ക് എത്തുക എന്നുള്ളതാണ്. അതേപോലെ തന്നെ ആദ്യം കോൺക്രീറ്റ് ആയിട്ടുള്ള ഫാക്റ്റ് സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞ് പിന്നെ അബ്സ്ട്രാക്റ്റിലേക്ക്, കോൺസെപ്റ്റ് സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിലേക്ക് പോവുക എന്നുള്ളതാണ്. ദെൻ മൂന്നാമതായിട്ട് വരുന്ന ഒന്നാണ് സൈക്കോമോട്ടർ ഡൊമൈൻ, ഇൻവോൾവിങ് ദ acquisition of various physical skills which involves ന്യൂറോമസ്കുലർ കോർഡിനേഷൻസ് എന്നുള്ളതാണ്. ന്യൂറോമസ്കുലർ കോർഡിനേഷൻസിനെ അല്ലെങ്കിൽ ഫിസിക്കൽ സ്കിൽസിനെയാണെന്ന് പറയുന്നത് സൈക്കോമോട്ടർ ഡൊമൈൻസ് എന്നുള്ളതിൻ്റെ അർത്ഥമാക്കുന്നത്. നമുക്കിവിടെ പറഞ്ഞിട്ടുള്ളത് അഫക്റ്റീവ് ഡൊമൈനിൻ്റെ അസസ്മെൻറ്റിനെ കുറിച്ചാണ്. അപ്പോൾ അഫക്റ്റീവ് ഡൊമൈൻ എന്ന് പറയുന്നത് സെക്കൻഡ് വൺ ആണ്. ഇറ്റ് റിലേറ്റഡ് വിത്ത് ഇമോഷണൽ ഡെവലപ്മെൻറ്റ്, എയിമിംഗ് ടു കൾട്ടിവേറ്റിംഗ് ഇൻട്രസ്റ്റ്സ്, ആറ്റിറ്റ്യൂഡ്സ്, വാല്യൂസ് ആൻഡ് അപ്രീസിയേഷൻസ് ഇൻ ദി ലേണർ. In the affective domain, the main organizing principles
is the degree of internalization, that is the extent to which the feelings or emotions are controlled or modified and get incorporated by the learner and reflect it as part of his or her personality. അതായത് ആ വ്യക്തിയുടെ പേഴ്സണാലിറ്റി വളർച്ചയോടനുബന്ധിക്കുന്ന കാര്യങ്ങളാണ് ഏതിൽ വരുന്നത്, അഫക്റ്റീവ് ഡൊമൈനിൽ വരുന്നത്. അതിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് മോട്ടിവേഷൻ, ഇൻട്രസ്റ്റ്, ആറ്റിറ്റ്യൂഡ്, വാല്യൂസ്, മറ്റു അപ്രീസിയേഷൻസ്, സെൽഫ് എസ്റ്റീം, സെൽഫ് റെഗുലേഷൻസ്, ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം ഏതിൽ വരുന്നുണ്ട്, അഫക്റ്റീവ് ഡൊമൈനിൽ വരുന്നുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള വളർച്ച വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം എന്താ വെച്ചാൽ ഇപ്പോഴത്തെ അക്കാദമികപരമായിട്ടുള്ള കാര്യങ്ങൾ ഏറ്റവും പ്രധാനമായിട്ടും വരുന്നത് അഫക്റ്റീവ് സംബന്ധമായിട്ടുള്ള, അതല്ലെങ്കിൽ ഇമോഷണൽ ഇൻ്റലിജൻസ് ആണ്, അല്ലെങ്കിൽ ഇമോഷണൽ സ്റ്റെബിലിറ്റിയാണ്, ഇമോഷണൽ കോഷൻ്റ് ആണ്. അതായത് മുൻപൊക്കെ IQ ആയിരുന്നു ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ടായിരുന്നു, ഇൻ്റലിജൻറ്റ് കോഷൻ്റ് എന്നൊക്കെ പറയുന്നത്. പക്ഷേ ഈ ഇൻ്റലിജൻറ്റ് കോഷൻറ്റിനെയും ആരാണ് കൈകാര്യം ചെയ്യുന്നത്, അഫക്റ്റീവ് ഡൊമൈനാണ്. അതായത് നമ്മുടെ മാനസികാവസ്ഥ പ്രോപ്പർ അല്ലെങ്കിൽ നമ്മൾ സ്റ്റേബിൾ അല്ലെങ്കിൽ നമുക്ക് എത്ര ഇൻ്റലിജൻസ് ഉണ്ടെങ്കിലും ആ ഇൻ്റലിജൻസിനെ പ്രോപ്പറായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ കഴിയില്ല എന്നതാണ് ഏതിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ അഫക്റ്റീവ് ഡൊമൈനിൻ്റെ ഇമ്പോർട്ടൻസിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ IQ സെക്കൻഡറി ആയി മാറിക്കൊണ്ട് EQ പ്രൈമറി ആയി വരുന്ന ഒരു സാഹചര്യമാണ് ഈ അധ്യാപന മേഖലയിൽ നമ്മൾ വരുന്നത്. അതുകൊണ്ടാണ് ഈ അഫക്റ്റീവ് ഡൊമൈനിനെ നമ്മൾ അസസ്മെൻറ്റ് നടത്തുക. അതായത് കുട്ടികൾക്ക് വാല്യൂസ് ഉണ്ടോ, കുട്ടികളുടെ ആറ്റിറ്റ്യൂഡ് എത്രത്തോളം ഉണ്ട്, അവരുടെ ഇൻട്രസ്റ്റ് എത്രത്തോളം ഉണ്ട്, അവർക്ക് എത്രത്തോളം അപ്രീസിയേഷൻസ് കിട്ടിയിട്ടുണ്ട്, അവർക്ക് എത്രത്തോളം മോട്ടിവേഷൻസ് ഉണ്ട്, ഇങ്ങനത്തെ കാര്യങ്ങളാണ് കുട്ടികളെ ഇൻ്റലിജൻസ് വളർത്തുന്നതിനും അതേപോലെ തന്നെ മറ്റു കാര്യങ്ങളിലേക്ക് പോകുന്നതിനുമൊക്കെ സപ്പോർട്ട് ചെയ്യുന്നത്. സോ ഈ അഫക്റ്റീവ് ഡൊമൈൻ അത്രയും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണെന്നുള്ളത് പ്രത്യേകം നിങ്ങൾ നോട്ട് ചെയ്യുക. ദ മെയിൻ സ്റ്റേജസ് ഇൻ അഫക്റ്റീവ് ഡൊമൈൻ ലേണിംഗ് ആർ, അതായത് എലമെൻസുകൾ ഏതൊക്കെയെന്നുള്ളത് നമ്മൾ ചോദിച്ചിട്ടുണ്ടാകും. അതിൽ അഫക്റ്റീവ് ഡൊമൈൻ്റെ എലമെൻസുകൾ എന്ന് പറയുന്നത് റിസീവിങ്, റെസ്പോണ്ടിങ്, വാല്യൂയിങ്, ഓർഗനൈസേഷൻ ആൻഡ് ക്യാരക്ടറൈസേഷൻ. അങ്ങനെ എല്ലാം കഴിഞ്ഞിട്ട് ആ വ്യക്തിക്ക് വ്യക്തമായൊരു ക്യാരക്ടറൈസേഷൻ അല്ലെങ്കിൽ ഒരു വ്യക്തിത്വം ഉണ്ടാവുന്ന ഒരു സ്റ്റേജിലേക്ക് എത്തുന്നു. ആദ്യം റിസീവ് ചെയ്യുന്നു, അതിനനുസരിച്ച് വ്യക്തമായ റെസ്പോണ്ടിങ് നടത്തുന്നു. ആ റെസ്പോണ്ടിങ് നടത്തുന്നതിൽ വീഴ്ചകളുണ്ടെങ്കിൽ അത് കറക്റ്റ് ചെയ്ത് മുന്നോട്ട് പോകുന്നു. എന്നിട്ട് അതിനെ വിലമതിക്കുന്നു, അല്ലെങ്കിൽ അത് നമ്മുടെ ഒരു വാല്യൂ ആക്കിയിട്ട്, ഒരു സത്യസന്ധത എന്ന് പറയുന്ന ഒരു വാല്യൂ ആണ്, അല്ലെങ്കിൽ സിൻസിയറിറ്റി എന്ന് പറയുന്നത് ഒരു വാല്യൂ ആണ്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു വാല്യൂ നമ്മൾ ജനറേറ്റ് ചെയ്യുന്നു. അതേപോലെ തന്നെ അത് പലപ്പോഴും പല സന്ദർഭങ്ങളിലും അത് ഓർഗനൈസേഷൻ നടക്കുന്നു, അത് യൂസ് ചെയ്യുന്നു. അങ്ങനെ നമ്മുടെ ആ ഒരു ക്യാരക്ടറിൽ അത് വളരെ എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറിസ്റ്റിക്സ് ആയി മാറി നമ്മുടെ ഒരു സ്വഭാവം ആ ഒരു രീതിയിലേക്ക് വളർന്നു വരുന്ന ആ ഒരു സ്റ്റേജസ് ആണെന്ന് പറയുന്നത് അഫക്റ്റീവ് ഡൊമൈനിൻ്റെ എലമെൻസുകളായിട്ട് എടുത്ത് പറയുന്നത്. സോ റിസീവിങ്, റെസ്പോണ്ടിങ്, വാല്യൂയിങ്, ഓർഗനൈസേഷൻ ആൻഡ് ക്യാരക്ടറൈസേഷൻ, ഇവ ഓരോന്നും എന്ത് ചെയ്തിട്ടുണ്ട്, ഡീറ്റെയിൽഡ് ആയിട്ട് ഇതിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് നോട്ട് തരുമ്പോൾ അതൊന്ന് വായിച്ച് നോക്കുക. അതുമല്ലെങ്കിൽ നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ പറയുന്ന കാര്യങ്ങളൊന്ന് എടുത്ത് വായിച്ച് പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക. ഇനി നമ്മൾ നേരിട്ട് ടൂൾസ് ഫോർ അഫക്റ്റീവ് ഡൊമൈനിലേക്ക് പോവുകയാണ്. ഞാൻ നേരത്തെ പറഞ്ഞതാണ് ഇതിൻ്റെ ടൂൾസുകൾ എന്ന് പറയുന്നത് ആറ്റിറ്റ്യൂഡ് സ്കെയിൽസും മോട്ടിവേഷണൽ സ്കെയിൽസും ഇൻട്രസ്റ്റ് ഇൻവെൻറ്ററീസുമാണ്. ഈ ആറ്റിറ്റ്യൂഡ് സ്കെയിൽസും മോട്ടിവേഷണൽ സ്കെയിൽസുമായിട്ട് 1-2 നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞിട്ടുണ്ട്. അത് നിങ്ങളൊന്ന് ജസ്റ്റ് എടുത്ത് വായിച്ച് നോക്കി നോട്ട് ചെയ്ത് വെക്കുക. അത് ഇതിനോട് കൂടി ആവശ്യമെങ്കിൽ മാത്രം കൂട്ടിച്ചേർക്കുക, അതല്ലെങ്കിൽ ജനറലായിട്ട് ആൻസർ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അതുകൂടാതെ തന്നെ മറ്റൊന്നാണ് മെഷറിംഗ് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത്. ഇതിനോടനുബന്ധിച്ച് തന്നെ വരുന്ന ഒന്നാണ് മെഷറിംഗ് ഇൻട്രസ്റ്റ്. എന്താണ് ഇൻട്രസ്റ്റ് എന്നുള്ളത് പ്രത്യേകമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ഒരു കാര്യമല്ല. ഈ മെഷറിംഗ് ഇൻട്രസ്റ്റിൽ അതേപോലെ തന്നെ മെഷറിംഗ് ഇൻട്രസ്റ്റിലും ഇതേപോലെ തന്നെ ടൂളുകൾ സ്കെയിൽ യൂസ് ചെയ്യുന്നുണ്ട്. അത് ഇഷ്ടപ്പെട്ടില്ലേ എന്നുള്ള രീതിയിലൊക്കെയാണ് ആ സ്കെയിലുകൾ യൂസ് ചെയ്യുന്നത്. അതിനെ ഇൻവെൻറ്ററീസ് എന്നാണ് പറയുന്നത്. ഈ ഇൻവെൻറ്ററീസ് എന്താണ്, ടെസ്റ്റ് എന്താണ്, മെഷർമെൻറ്റ് എന്താണ് എന്നുള്ള കാര്യങ്ങളൊക്കെ ഞാൻ നേരത്തെ ബേസിക്കായിട്ട് എടുത്ത് പറഞ്ഞിട്ടുണ്ട്. ആ ബേസിക്സിൽ ഇൻവെൻറ്ററീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആവറേജ്, ഗുഡ്, ബാഡ് എന്നതുപോലെ തന്നെ ഫുള്ളായിട്ട് എഗ്രി ചെയ്യുന്നു, ഫുള്ളായിട്ട് ഡിസഗ്രി ചെയ്യുന്നു, പാർഷ്യലി എഗ്രി ചെയ്യുന്നു, പാർഷ്യലി ഡിസഗ്രി ചെയ്യുന്നു, ഇങ്ങനെ പറഞ്ഞിട്ടുള്ള ഡിസഗ്രി എഗ്രി എന്ന് പറഞ്ഞിട്ടുള്ള, അല്ലെങ്കിൽ ലൈക്ക് ഡിസ്ലൈക്ക് എന്നുള്ള രീതിയിൽ കൊടുക്കുന്നതിനാണ് ഇൻവെൻറ്ററീസ് എന്ന് പറയുന്നത്. അത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് വരുന്നതിനാണ് ഇൻവെൻറ്ററീസ് എന്ന് പറയുന്നത്. ആ ഇൻവെൻറ്ററീസ് ഉപയോഗിച്ചുകൊണ്ടായിരിക്കും ഇൻട്രസ്റ്റുകളൊക്കെ നമ്മൾ ഉപയോഗിക്കുക, അല്ലെങ്കിൽ സ്കെയിലുകൾ നടത്തുക. അതിലും 1-2 സ്കെയിലുകൾ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞിട്ടുണ്ട്. അതും നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് വായിക്കാൻ വേണ്ടി ശ്രമിക്കുക. സോ നമ്മളിവിടെ ചർച്ച ചെയ്ത് വെച്ചിട്ടുള്ളത് അസസ്മെൻറ്റ് ടൂൾ ഫോർ അഫക്റ്റീവ് ഡൊമൈനും മെഷറിംഗ് ഇൻട്രസ്റ്റുമാണ്. അടുത്തായി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഒന്നാണ് ടൈപ്സ് ഓഫ് ടെസ്റ്റ് ഐറ്റംസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ടൈപ്സ് ഓഫ് ടെസ്റ്റ് ഐറ്റമുമായി ബന്ധപ്പെട്ട് നമ്മളോട് ചോദിക്കുന്ന ചോദ്യങ്ങൾ: 1, എക്സ്പ്ലെയിൻ ദ വേരിയസ് ടൈപ്സ് ഓഫ് ടെസ്റ്റ് ഐറ്റംസ് വിത്ത് എക്സാമ്പിൾസ്. ദെൻ സെക്കൻഡ് വൺ, സ്റ്റേറ്റ് ദ മെറിറ്റ്സ് ആൻഡ് ഡിമെറിറ്റ്സ് ഓഫ് ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ്. ഈ ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസിൻ്റെ മെറിറ്റ്സും ഡിമെറിറ്റ്സും പറയാനുമാണ് ഇതിൽ പറയുന്നത്. സോ ഏതൊക്കെയാണ് ടൈപ്സ് ഓഫ്
ടെസ്റ്റ് ഐറ്റംസ് എന്നുള്ളത് നിങ്ങൾ നോക്കുക. ഇത് നിങ്ങൾക്ക് ഈ വേർഡ് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എഴുതാൻ പറ്റുന്ന കാര്യം തന്നെയാണ്. അതുകൊണ്ട് പ്രത്യേകമായിട്ട് ഇതിനെക്കുറിച്ച് ക്ലാസ്സുകൾ തരുന്നില്ല. ഈ ഒരു പോയിന്റ് മാത്രമാണ് നിങ്ങൾക്ക് തരാൻ ഞാൻ ഉദ്ദേശിക്കുന്നത്. കാരണം വളരെ സിമ്പിളായിട്ടുള്ള ഒരു കാര്യമാണ്. ആ ടൈപ്സ് ഓഫ് ടെസ്റ്റ് ഐറ്റത്തെ പ്രധാനമായിട്ട് 4 തരംതിരിച്ചിട്ടുണ്ട്. 1 ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് എന്നും, 2 ഷോർട്ട് ആൻസർ ടൈപ്പ് ക്വസ്റ്റ്യൻസ് എന്നും, 3 പാരഗ്രാഫ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് എന്നും, 4 എസ്സേ ടൈപ്പ് ക്വസ്റ്റ്യൻസ് എന്നും. ഇവ ഓരോന്നും എന്താണെന്ന് പ്രത്യേകം നിങ്ങളോട് പറയേണ്ടിയില്ല. എങ്കിലും ഈ പോയിന്റ്സുകൾ നിങ്ങൾ എസ്സേയിൽ ഉൾപ്പെടുത്തണം. ഈ ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസിലെ പ്രധാനമായിട്ടും 5 വീണ്ടും തരംതിരിച്ചിട്ടുണ്ട്. 1 മൾട്ടിപ്പിൾ ചോയ്സ്, 2 ട്രൂ ഓർ ഫോൾസ്, 3 മാച്ചിങ് ക്വസ്റ്റ്യൻസ്, 4 വെരി ഷോർട്ട് ഓർ വൺ വേർഡ് ടൈപ്പ് ക്വസ്റ്റ്യൻസ്, 5 ഫൈൻഡ് ദ ഓഡ് വൺ ഫ്രം എമംഗ് ദീസ് പ്രൊവൈഡഡ്. ആ താഴെ കൊടുത്തിട്ടുള്ളതിൽ ഓഡ് വൺ ഏതാണെന്ന് കണ്ടെത്തുക. ഇത്തരത്തിലുള്ളതിനെയാണെന്ന് പറയുന്നത് ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസിൻ്റെ മെറിറ്റ്സും ഡിമെറിറ്റ്സും ഒക്കെയാണ് ചോദിക്കുക. അതല്ലെങ്കിൽ പിന്നെ ഇതിനോടനുബന്ധിച്ച് തന്നെ നമ്മളോട് ചോദിക്കാൻ സാധ്യതയുള്ള പിന്നെ ടൈപ്സ് ഓഫ് ഐറ്റംസിനോട് അനുബന്ധിച്ച് തന്നെ ചോദിക്കാൻ സാധ്യതയുള്ളൊരു ഏരിയയാണ് പ്രിൻസിപ്പിൾസ് ഫോർ കൺസ്ട്രക്റ്റിംഗ് ടെസ്റ്റ് ഐറ്റംസ് എന്നുള്ളത്. അപ്പോൾ ഈ പ്രിൻസിപ്പിൾസ് ഓഫ് കൺസ്ട്രക്റ്റിംഗ് ടെസ്റ്റ് ഐറ്റംസ്, ഈ ടെസ്റ്റ് ഐറ്റംസ് നമ്മൾ ഉണ്ടാക്കുമ്പോൾ ഉപയോഗിക്കേണ്ടതായിട്ടുള്ള പ്രിൻസിപ്പിൾസുകൾ ഏതൊക്കെയാണെന്നുള്ളത് നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ പ്രത്യേകമുണ്ട്. അത് ചാർട്ടൊക്കെ വരച്ചിട്ടോ അല്ലെങ്കിൽ ടേബിളൊക്കെ വരച്ചിട്ടോ, അതല്ലെങ്കിൽ പിന്നെ കോൺസെപ്റ്റ് അറ്റൈൻമെൻറ്റ്, ക്രിറ്റിക്കൽ തിങ്കിങ്, അതേപോലെ തന്നെ പിന്നെ ഫാക്റ്റ് ഇൻഫോർമേഷൻസ്, ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പലതിനും റിട്ടൺ സ്കില്ല്, പിന്നെ കോൺസെപ്റ്റ് അറ്റൈൻമെൻറ്റ് സ്കില്ല്, ഇങ്ങനെ കുറേ കാര്യങ്ങൾ എന്ത് ചെയ്യുന്നുണ്ടാവും, ക്രിറ്റിക്കൽ തിങ്കിങ്, ഇതൊക്കെ എന്ത് ചെയ്യുന്നുണ്ടാവും ഓരോ ടെസ്റ്റിലും യൂസ് ചെയ്യുന്നുണ്ടാവും. എസ്സേ ക്വസ്റ്റ്യൻസിലൊക്കെയാണ് എന്ത് ചെയ്യുന്നുണ്ടാവും ഈ ഒരു കാര്യങ്ങളെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് വരിക. അപ്പോൾ ഒരു പ്രിൻസിപ്പിൾസ് ഓഫ് കൺസ്ട്രക്റ്റിംഗ് ടെസ്റ്റ് ഐറ്റംസ് എന്ന് പറയുമ്പോൾ അതിൽ വരുന്ന കാര്യങ്ങൾ എന്തൊക്കെയെന്നുള്ളത് നിങ്ങൾ ഓരോന്നിനും ഓരോ പ്രിൻസിപ്പിൾസ് എടുത്ത് പറയുന്നുണ്ട്. അതൊന്ന് ജസ്റ്റ് വായിച്ചു നോക്കുക. സോ നമ്മൾ ഇതുവരെ ചർച്ച ചെയ്ത് കഴിഞ്ഞത്, ഇന്നത്തെ ക്ലാസ്സിൽ ചർച്ച ചെയ്ത് കഴിഞ്ഞ് 3 കാര്യങ്ങളാണ്. അസസ്മെൻറ്റ് ടൂൾ ഫോർ അഫക്റ്റീവ് ഡൊമൈനും, മെഷറിംഗ് ഇൻട്രസ്റ്റും, ദെൻ തേർഡ് വൺ ടൈപ്സ് ഓഫ് ടെസ്റ്റ് ഐറ്റംസും. അതിന് മുൻപത്തേൽ ടൂൾസ് ആൻഡ് ടെക്നിക്സ് ഫോർ ക്ലാസ് റൂം ഇൻസ്ട്രക്ഷൻ, അതിൽ ടൈപ്സ് ഓഫ് ടെസ്റ്റും വരുന്നുണ്ട്, റൂബിക്സും ഉൾപ്പെടുത്തിക്കൊണ്ട് നമ്മൾ 3 ക്ലാസ്സിലൂടെ ചർച്ച ചെയ്തു. ഇനി അടുത്തതായിട്ട് വരുന്ന പ്രധാനപ്പെട്ട ഒരു ഏരിയയാണ് മേജർ ഇഷ്യൂസ് ഇൻ ദി അസസ്മെൻറ്റ് ഓഫ് ലേണിങ്ങും, റിഫോംസ് ഇൻ അസസ്മെൻറ്റും, ദെൻ ഓപ്പൺ ബുക്ക് സിസ്റ്റം ഓഫ് അസസ്മെൻറ്റ്, ഓൺലൈൻ എക്സാമിനേഷൻസ്. സോ എല്ലാവരും നന്നായി തന്നെ പഠിക്കുക. എല്ലാവർക്കും നന്നായി പഠിക്കാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു ഓൾ ദി വെരി best.